ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകി തൻ്റെ അമ്മയുടെ ഈ ദുരാവസ്ഥയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. ദൈവം തൻ്റെ അമ്മയോട് കാണിച്ച ക്രൂരതയെ പറ്റിയൊക്കെ അബിയോട് പറഞ്ഞ് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് മടങ്ങും കേട്ടോ. മേരിയമ്മ നമ്മുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമാണെന്നും കണ്ട ഉടനെ അമ്മ അവരെ തിരിച്ചറിയാത്തതിൽ നീ വേദനിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ അബി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ജാനകി. ഇപ്പം അമ്മയുടെ മനസ്സത് ബ്ലാങ്ക് ആണെന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് മേരിയമ്മയെ അമ്മ തിരിച്ചറിയുക തന്നെ ചെയ്യും, അതിനൊരു സംശയമില്ല എന്നുള്ള കാര്യങ്ങളും അഭി ജാനകിയോട് പറയാം. പിന്നെ ഓർമ്മകൾ ഓരോന്നോരോന്നായിട്ട് അമ്മയിലേക്ക് തിരിച്ചെത്തുമെന്നും പറഞ്ഞ് അഭി ഇങ്ങനെ പ്രതീക്ഷകൾ ജാനകിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അളകാപുരിയിലേക്ക് ഉടനെ കൂട്ടിക്കൊണ്ട് വരുന്നതൊഴികെ അമ്മയുടെ കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ ആലോചിക്കാം. അടുത്ത യാത്രയിൽ വ്യക്തമായൊരു തീരുമാനം നമ്മൾ എടുത്തിരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരണാലയത്തിൽ എത്തുന്നതിന് മുൻപ് അമ്മ മെൻ്റൽ പേഷ്യൻ്റ് ആയിരുന്നുവെന്നും പിന്നെ ഡെലിവറി നടന്നതുപോലും അമ്മ അറിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ കുഞ്ഞിനെ കാണാത്ത നിലയ്ക്ക് ഞാൻ മകളാണ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും, അല്ല അഭിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ ജാനകി അഭിയോട് തൻ്റെ ഉള്ളിലെ ആ ഒരു ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ടായിരിക്കും അമ്മ പ്രസവിച്ച മകളാണ് ഞാനെന്ന് പറയുമ്പോൾ ഒരു വികാരവും പ്രകടിപ്പിക്കാതെ അമ്മ അതെല്ലാം കേട്ടിരിക്കുന്നതെന്നും അപ്പോൾ എനിക്ക് ചില ആശങ്കകളുണ്ടെന്നും എങ്ങനെ അമ്മ ഈ ഒരു നിലയിലെത്തി എന്നുള്ളതിനെ പറ്റിയാണ്. അത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം അമ്മയ്ക്ക് വലിയ ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചോ, അങ്ങനെയാണോ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത്, പിന്നീട് അമ്മ എവിടെയായിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉത്തരം കിട്ടാത്തതായിട്ടെന്ന് നമ്മുടെ അഭി പറയാം. എറണാകുളത്ത് നിന്ന് എങ്ങനെ അമ്മ കുട്ടിക്കാനത്തേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. വല്ല ആക്സിഡൻറ്റും സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അമ്മയുടെ ഓർമ്മകൾ നഷ്ടമായതും ഇന്നത്തെ നിലയിലേക്ക് അമ്മ വന്നതെന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ ഇതിന് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് പോവുക. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല അഭിയേട്ടാ, എന്താണെങ്കിലും അമ്മ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം എനിക്ക് അറിയാമെന്ന് പറയുമ്പം എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടാൻ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാതെ നമുക്ക് പറ്റില്ല, അയാൾക്ക് അമ്മയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അഭിനേരം പറഞ്ഞു. അമ്മ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോയാലും നിനക്ക് നിൻ്റെ അമ്മയെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, എനിക്കെൻ്റെ അമ്മയുണ്ട് അഭിയേട്ടാ എന്നൊക്കെ പറയാം. അതെൻ്റെ അമ്മയല്ലെന്ന് ആരും പറയില്ല എന്നും ജാനകി അഭിയോട് പറയാം. എന്നെയും അമ്മയെയും ഒന്നിച്ച് കണ്ടാൽ ആർക്കും ഞങ്ങളെ വേർതിരിച്ചു പറയാനായിട്ടാവുകയുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അഭിയോട് പറയാം ജാനകി. അങ്ങനെ ഇനി എനിക്ക് അഭിമാനത്തോടെ പറയാം അഭിയേട്ടാ, ജാനകി അനാഥ അല്ല എന്നുള്ളതെന്നും പറയുക. എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ മോളാണ് ജാനകി എന്ന് എൻ്റെ അമ്മ പറയണം എന്ന് ജാനകി പറയുമ്പോൾ എനിക്കത് മാത്രം പോരാ ജാനകി, നിൻ്റെ അമ്മയുടെ ജീവിതം മാത്രമല്ല തമ്പി ചവിട്ടി മെതിച്ചത്, തമ്പി കാണിച്ചതിന് തമ്പിക്ക് തിരിച്ചു കൊടുക്കണം. ഈശ്വരന് വേണ്ടി മാല കോർത്ത് ജീവിച്ച ഒരു സാധു മനുഷ്യൻ്റെ ജീവൻ കൂടിയാണ് ഒരു മുഴം കയറിൽ തമ്പി അവസാനിപ്പിച്ച് കളഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവനാണിപ്പോഴും പൊയ്മുഖാണിഞ്ഞ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുക നമ്മുടെ അഭി. അയാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. നിന്നെ ആരൊക്കെ അകറ്റി നിർത്തിയോ അവരെല്ലാം നിന്റെ പിന്നാലെ വരും ജാനകി, നീ നോക്കിക്കോ ജാനകി, അതിനൊരു മാറ്റവും ഇല്ല, അങ്ങനെ ഒരു ദിവസം വരും. അപ്പം എനിക്ക് ഈ ഒരു സന്തോഷം അത് മതി അഭിയേട്ടാ, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അളകാപുരി ഇന്ന് ഞാൻ ചെന്ന് കയറുന്നത് അനാഥയായിട്ടല്ല എന്നുള്ള കാര്യം ജാനകി ഇങ്ങനെ അഭിയുടെ മുഖത്ത് തലയെടുപ്പോട് കൂടി നിന്നും പറയാം. ഇനി എൻ്റെ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണെന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയുന്നു കേട്ടോ. അതും പറഞ്ഞ് ജാനകി ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മേരിയമ്മ നമ്മുടെ വക്കീലിനെ കണ്ടു. അപ്പം ജാനകിയുടെ അമ്മയ്ക്കുള്ള കഞ്ഞിയായിട്ട് വരുമായിരുന്നു. അപ്പോൾ മേരിയമ്മ ചോദിച്ചു, വക്കീൽ ഇതുവരെ പോയില്ലായിരുന്നു, ഞാൻ കരുതി അവരുടെ പിന്നാലെ വക്കീലും പോയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ ഞാൻ കുട്ടിക്കാനത്ത് ഒരു റിസോർട്ടിൽ റൂം എടുത്തു, ഈ മുറ്റത്ത് നിന്ന് ആ മേരിയമ്മയ്ക്ക് റിസോർട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊരു തണുപ്പാണ് എൻ്റെ വക്കീലെ ഇവിടെ, ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊന്നും പോരാന്നാണ് തോന്നുന്നതെന്നൊക്കെ മേരിയമ്മ പറയുമ്പം മേരിയമ്മയുടെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ലെന്നും പറഞ്ഞ് കുറച്ച് ഡ്രസ്സും മേരിയമ്മയ്ക്ക് കൊടുത്തു. എന്നാലും എൻ്റെ വക്കീലെ ഇതിനകത്ത് മേരിയമ്മയ്ക്ക് വേണ്ടുന്നതൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പം വക്കീലിന് നല്ലൊരു മനസ്സ് തോന്നിയല്ലോ. അതെന്തൊരു പറച്ചില മേരിയമ്മയുടെ കാര്യത്തിൽ മദറിന് ഉറപ്പ് കൊടുത്തിട്ടാ ഞാൻ കൂടെ കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം വക്കീൽ അന്നേരം പറയാം. ഭക്ഷണം കൊടുക്കാൻ നേരമായോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പം പാവം രാധാമണി വിശപ്പും ദാഹവും ഒന്നും അറിയുന്നില്ലെന്നാണ് തോന്നണത്. ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് തന്നെയാ രാധാമണിയുടെ സമയം. ഭക്ഷണം വാങ്ങാൻ പോയപ്പോൾ ഇവിടുത്തെ അവളുടെ കാര്യങ്ങളൊക്കെ ആശ്രമത്തിലെ 2-3 പേരെന്നോട് പറഞ്ഞു.
അതൊന്നും കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല വക്കീലേ എന്നൊക്കെ പറയാം. ചെറുപ്പത്തിൽ കാണണമായിരുന്നു അവളെ, എന്തൊരു ഐശ്വര്യമായിരുന്നെന്നോ അവളുടെ മുഖത്ത്, എന്ത് ഭംഗിയായിരുന്നെന്നോ അവളെ കാണാൻ. അവർ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട കടമ കൂടി ദൈവം മേരിയമ്മയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മേരിയമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കരുതിയതേ ജാനകി രാധാമണിയെ കൂടെ കൊണ്ടുപോകുമെന്നാണെന്നും അവളുടെ സ്നേഹം കണ്ടിട്ട് കൂടെ കൊണ്ടുപോകാൻ മടിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് മേരിയമ്മ പറഞ്ഞപ്പോൾ. അതിന് കാരണമുണ്ട് മേരിയമ്മേ, ഈ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നില്ലേ, അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അഭിയുടെ അനുജൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ആരുടെ മോളെയാണെന്ന് മേരിയമ്മ അറിഞ്ഞിരിക്കണമെന്ന കാര്യം പറയുക. ജാനകിയുടെ അമ്മയുടെ ജീവിതം തകർത്തവൻ്റെ മകളെയാണെന്ന് പറയുമ്പോൾ മേരിയമ്മ ഞെട്ടി അന്തം വെട്ടിങ്ങനെ നിൽക്കുന്നത്. എന്തി കേൾക്കണേ, തമ്പി എന്നാണ് അയാളുടെ പേരെന്നൊക്കെ പറയുമ്പം വക്കീലി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് മേരിയമ്മ ചോദിച്ചു. അതെ, സത്യമാണ്. അയാൾക്ക് ഇപ്പോഴും രാധാമണിയെ പറ്റി ഒന്നും അറിയില്ല. ജാനകി അമ്മയെ തിരയുന്ന കാര്യം മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വക്കീൽ പറഞ്ഞു കൊടുത്തു. അയാളുടെ മകളുടെ വീട്ടിലേക്ക് ജാനകിക്ക് ഈ ഒരു അവസ്ഥയിൽ അമ്മയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നിങ്ങനെ വക്കീൽ ചോദിച്ചു. അപ്പോൾ വക്കീൽ പറയുന്നത് ശരിക്കും ജാനകിക്ക് ഇപ്പോൾ രാധാമണിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, സ്വബോധം തിരിച്ചു കിട്ടിയിട്ടേ ജാനകി അമ്മയെ തിരിച്ചു കൊണ്ടുപോകത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മുടെ വക്കീൽ എന്ത് ചെയ്തു, ഫോട്ടോ സഹിതം എല്ലാം കാണിച്ചു കൊടുക്കുക. ഇതാണ് ഞാൻ പറയുന്ന തമ്പിയെന്നും പിന്നെ ഈ മുഖം മേരിയമ്മ മനസ്സിലൊന്ന് ഓർത്ത് വെക്കണമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇയാൾക്ക് എന്തെങ്കിലും വിവരം കിട്ടി ഇവിടെ എത്തിയാലും ഒരിക്കലും ജാനകിയുടെ അമ്മയുടെ മുന്നിൽ തമ്പി എത്താൻ പാടില്ല എന്നും മേരിയമ്മയൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇല്ല വക്കീലെ, കാണുമ്പോഴേ അറിയാം ചെകുത്താൻ്റെ മുഖമാണ് ഇവനെന്ന്. ഇവനെ കണ്ടാലറിയാം ഇവൻ ദുഷ്ടനാണെന്നൊക്കെ മേരിയമ്മയും പറഞ്ഞു. രാധാമണി എന്നുള്ള പേരും മറ്റുള്ളവരോട് മേരിയമ്മ പറയരുത്, അരുന്ധതി, അതാണ് ജാനകിയുടെ അമ്മയുടെ ഇവിടുത്തെ പേര്. അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി വക്കീലെ, ഞാനെല്ലാം നോക്കിയും കണ്ട് നിന്നോളാം. അയാൾ അന്ന് ഓർഫണേജിൽ രാധാമണിയുടെ ഫോട്ടോയുമായി വന്നതിന് ശേഷമാണ് അവളുടെ മനോനില തെറ്റിയതെന്നും ദുഷ്ടനാണ് അവനെന്നുള്ള കാര്യങ്ങൾ മേരിയമ്മ പറഞ്ഞു കൊടുക്കുക കേട്ടോ. മേരിയമ്മ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക, ഞാൻ റിസോർട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞു വക്കീൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോയി. മേരിയമ്മ ഭക്ഷണമായിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങുക കേട്ടോ. ഈ സമയത്താണ് മേരിയമ്മ വരുന്നതും വിളിക്കുന്നതും, വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു, കഞ്ഞി വാരി കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കഞ്ഞി വാരി തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. ആദ്യമായിട്ടാണ് ജാനകിയുടെ അമ്മയുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെട്ടി കാണുന്നത്. ഇങ്ങനെ നോക്കുക. അപ്പോൾ രാധാമണി മോളെ നോക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക. ജാനകി മോള് നാളെ രാവിലെ ഇങ്ങ് വരില്ലേ? ഒരു കുഞ്ഞുള്ളതല്ലേ രാധാമണിയെ, കുഞ്ഞിനെ പിരിഞ്ഞ് ഇന്നലെ അവൾ രാധാമണിയുടെ കൂടെ അല്ലേ നിന്നതെന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കും കേട്ടോ. മേരിയമ്മ കഴിക്കുക, മോള് വരും എന്നും പറഞ്ഞ് രാധാമണിയമ്മ കഞ്ഞി വാരി കൊടുക്കുക. അപ്പോൾ ആഗ്നസ് മദറിനെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് ഇങ്ങനെ ചോദിക്കുക. ആ പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഈ മേരിയമ്മ പഴയ പല കാര്യങ്ങളും പറയുമ്പോൾ ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് നമ്മുടെ ജാനകിയുടെ അമ്മ. ഇങ്ങനെ കർത്താവിൻ്റെ കൃപ കൊണ്ട് ഒന്നും കുഞ്ഞിന് സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കേൾപ്പിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കഥകളെല്ലാം പറഞ്ഞ് കഞ്ഞി വാരി കൊടുത്ത് നമ്മുടെ മേരിയമ്മ അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അമ്മ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് ജാനകി പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു. പൊന്നു വന്നിട്ട് പിണങ്ങി കിടക്കുക. അമ്മ പോയത് പൊന്നുവിൻ്റെ അമ്മമ്മയെ കണ്ടുപിടിക്കാനല്ലേ, പിന്നെ എന്തിനാ അമ്മയോട് പിണങ്ങുന്നേ? അമ്മ പൊന്നുവിൻ്റെ അമ്മമ്മയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നൊന്നും മിണ്ടുന്നില്ല. ഇനി പൊന്നുവിനും അമ്മമ്മയെ കാണാമല്ലോ, എന്താ കാണിച്ചു തരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് പൊന്നു. പിന്നെ എന്താ അമ്മാമ്മയെ കൂടെ കൊണ്ടുവരാത്തതെന്നൊക്കെ പൊന്നു ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജാനകിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. എന്നാൽ പൊന്നുവിന് എന്നാ അമ്മമ്മയെ കാണാൻ കഴിയാന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയല്ല അമ്മയുടെ പൊന്നു. അമ്മ പറയുന്നതേ സത്യമായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതൊക്കെ പൊന്നു ആരോടും പറയരുത് കേട്ടോ, എല്ലാം മനസ്സിലിരിക്കണം. അമ്മാമ്മ ഇവിടെ വരുന്നത് വരെ ആരും ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ആരോടും ഒന്നും പറയില്ല അമ്മേ. അമ്മാമ്മ ഇപ്പം എവിടെയാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ കൊച്ചു ചോദിക്കുമ്പോൾ ആരോരും ഇല്ലാത്ത കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് അമ്മാമ്മ ഇത്രയും കാലം ജീവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ജാനകി കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു. ഞാനും എൻ്റെ മോളും നല്ല വീട്ടിൽ എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴേ എൻ്റെ അമ്മ തിരിച്ചറിവില്ലാതെ ആരും ഇല്ലാതെ കഴിയുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു.
അപ്പം അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് എന്നെ നഷ്ടമായതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ജാനകി എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പൊന്നു ഇങ്ങനെ കേട്ട് ആകാംക്ഷയോടെ ഇരിക്കുക. അപ്പോൾ അമ്മ മരിച്ചു പോയോ, അമ്മ ജീവനോടെ ഉണ്ടോ, ഇതൊന്നും അമ്മയ്ക്ക് ഇത്രയും കാലം അറിയുമായിരുന്നില്ല. അമ്മയ്ക്ക് ഇത്രയും കാലം കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കിട്ടാതെ പോയ സ്നേഹമൊക്കെ കൊടുത്ത് നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. അപ്പം അമ്മാമ്മയെ ഇനി കൂടെ കൊണ്ടുവരാതിരുന്നാലേ അമ്മാമ്മയ്ക്ക് സങ്കടമാവില്ലേ എന്ന് പൊന്നു അന്നേരം ചോദിച്ചു. അമ്മാമ്മയ്ക്ക് പ്രായമായി വരല്ലേ, കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറിയിട്ടേ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പം നമുക്ക് അമ്മാമ്മയെ ഇവിടെയുള്ളൊരു ഡോക്ടറെ കാണിച്ചാൽ പോരെന്ന് പൊന്നു ചോദിച്ചു. ആ ചാച്ചൻ കിടന്ന ഹോസ്പിറ്റലിൽ അമ്മാമ്മയും നമുക്ക് കൊണ്ടുപോയി കിടത്തിയാലോ എന്നൊക്കെ ചോദിക്കുക. അമ്മാമ്മയെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരാനൊക്കെ പൊന്നു ഇങ്ങനെ പറയാം. അമ്മാമ്മയുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറുമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ദേവിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ കൊച്ചു പറയാം. എപ്പോഴും എനിക്ക് അമ്മാമ്മയെ കാണാൻ പറ്റും, എപ്പോഴും എനിക്ക് കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഇനി പോകുമ്പോൾ പൊന്നുവിനെയും കൊണ്ടുപോണേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് അമ്മാമ്മയെ ഒന്ന് കണ്ടാൽ മതിയെന്നൊക്കെ പൊന്നു പറയുക. ആരോടും അമ്മാമ്മയെ കണ്ട കാര്യമേ ഞാൻ പറയാനും പോണില്ല, ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മാമ്മയുടെ അടുത്തേക്ക് പൊന്നുവിനെ അമ്മ കൊണ്ടുപോകാമല്ലോ, നാളെ അമ്മ പോകുമ്പോൾ അമ്മയുടെ കൂടെ പൊന്നു ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപർണ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നു. ജാനകി വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നീ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാനതിന് അവളോട് ചോദിക്കുന്നത്, അമ്മ പോയി ചോദിക്കുക. എവിടെ പോയിട്ടാണെങ്കിലും അവളുടെ വീട്ടിൽ കയറി വന്നതിന് ഞാനെന്തിനാ അവളെ ചോദ്യം ചെയ്യുന്നത്? ചോദ്യം ചെയ്യേണ്ടത് അവളുടെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചു. അവൻ്റെ കൂടെയല്ലേ അവൾ പോയത്. അപ്പോഴേക്കും ജാനകി അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചായിരുന്നില്ല അമ്മ, ഇത് കണ്ടില്ലേ എന്ന് ജാനകി ചോദിച്ചു. അപ്പോൾ ഞാനത് കണ്ടില്ലെന്ന് പ്രഭാവതി. ഇവിടെ ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് ഞാനല്ലേ, നിങ്ങൾ വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പ്രഭാവതി ജാനകിയോട് പറയുന്നു. ജാനകി ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. 2 പകലും ഒരു രാത്രിയും നീ എവിടെ ആയിരുന്നു എന്ന് ജാനകിയോട് കളിയാക്കിയ ഒരു ചോദ്യം ഈ അപർണ. ഞാൻ എവിടെ പോയാലും അപർണയ്ക്ക് എന്താ, അത് അപർണയെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഓഹോഹോ, അങ്ങനെയാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപർണയെ. എന്താ ഏട്ടത്തിയെ കാണാത്തതിൻ്റെ ഉത്കണ്ഠയാണോ എൻ്റെ അനിയത്തിക്ക്? അനിയത്തി എന്നുള്ള പ്രയോഗമൊന്നും വേണ്ട. എൻ്റെ ഭർത്താവിൻ്റെ അർദ്ധ സഹോദരനെ ആയിട്ടുള്ളൂ നിൻ്റെ ഭർത്താവ് അഭി. പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ജാനകി നിന്ന് ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഏട്ടത്തി എന്നുള്ളൊരു വിളിയും ഞാനങ്ങ് അവസാനിപ്പിച്ചു എന്നും വളഞ്ഞു പിടിച്ച് എനിക്കൊരേട്ടത്തിയുടെ ആവശ്യമില്ല എന്ന് അപർണ പറയാം. വാക്കുകൾ കൊണ്ട് മനസ്സ് മുറിപ്പെടുത്താമെങ്കിൽ ബന്ധങ്ങൾ അങ്ങനെ അറ്റുപോകില്ല എന്ന് ജാനകി പറയാം. എന്നെ നീ ഏത് കണ്ണിൽ കണ്ടാലും എനിക്ക് നീ അനിയത്തി തന്നെയാണെന്നും അത് തിരിച്ചറിയുന്ന കാലം നിനക്ക് വരുമെന്നും ജാനകി പറയുമ്പോൾ പിന്നെ അപർണയ്ക്കും നിന്റെ മുന്നിൽ ഔദാര്യം യാചിച്ചു വരേണ്ട ഗതികേട് ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ അപർണ ഇങ്ങനെ അറം പറ്റുന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ വന്നാൽ തന്നെ എൻ്റെ ഈ ജന്മം ഞാനങ്ങ് അവസാനിപ്പിച്ചു കളയും, എന്നാലും നിന്നെ ഏട്ടത്തിയായി അപർണ അംഗീകരിക്കില്ല എന്നൊക്കെ തറപ്പിച്ചു പറയുക. ഞാനിതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ ഇപ്പോൾ ഒന്ന് നിലം തൊട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. നീ വേരോടെ നിൽക്കുന്നത് കാണാനാ ജാനകി എനിക്കിഷ്ടമെന്നൊക്കെ പറയുമ്പോഴും ജാനകി ചിരിച്ചു കാണിക്കുന്നു. എങ്കിലേ നിൻ്റെ മുന്നിൽ എനിക്ക് ജയിച്ചു നിൽക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ നീ തോറ്റു പോകണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല പറഞ്ഞേ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. നീ തോറ്റു പോവുകയും ഇല്ല. മനസ്സിലായോ? വലിയൊരച്ഛൻ്റെ ഏക മകളല്ലേ നീ? അതേടി, അതിലെന്തത്ര സംശയം? ആ അച്ഛൻ്റെ മകളാകാനേ നീ 7 ജന്മം എടുക്കണം. അപ്പോൾ ഈ സംസാരം ഒന്ന് നിർത്താൻ പറഞ്ഞു പ്രഭാവതി. നീ നിൻ്റെ അമ്മ അന്വേഷിച്ചാണോ പോയത്? 2 ദിവസം കാണാത്തത് കൊണ്ട് ചോദിച്ചതാണെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അതെ, എവിടെയെങ്കിലും അമ്മ ഉണ്ടാവണം. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വീണ നിലയ്ക്ക് കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അന്വേഷിക്കണ്ടേന്ന് ചോദിച്ചു. അയ്യോ, നീ അതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകരുത് കേട്ടോ. മകള് വരുന്നതും കാത്ത് വഴി കണ്ണുമായി നിൻ്റെ അമ്മ എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അപർണ വീണ്ടും കളിയാക്കുക ജാനകി. 2 ദിവസം നീ എവിടെയാ താമസിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു അമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് നിൻ്റെ അമ്മയെപ്പറ്റി വല്ല സൂചനയും കിട്ടിയോ എന്നിങ്ങനെ ജാനകിയോട് അമ്മ ചോദിച്ചു. അപ്പം പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കാം. പോയ സ്ഥലത്തൊന്നും അമ്മ ഉണ്ടായിരുന്നില്ല എന്ന് ജാനകി. നീ എന്തു പറഞ്ഞാ ഓർഫണേജിൽ ചെന്ന് അന്വേഷിച്ചത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്? പേര് പറയാൻ പോയിട്ട് കാണിക്കാൻ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപർണ കളിയാക്കുന്നു. അപ്പോൾ അപർണയുടെ അഹങ്കാരം കണ്ട പ്രഭാവതിക്കും ദേഷ്യം വരുന്നുണ്ട്. ഈ കൂട്ടത്തിലൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് അവിടുത്തെ അന്തേവാസികളോട് ചോദിക്കാനല്ലേ കഴിയത്തുള്ളൂ. അതായിരിക്കുമല്ലേ നീ ചെയ്തത്? അക്കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെടാൻ മോഹിച്ച് കൈ ഉയർത്തിയാൽ
അത് നിന്റെ അമ്മ തന്നെ ആകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപർണ കളിയാക്കുമ്പം ഒന്ന് മതിയാക്ക അപർണ എന്ന് പ്രഭാവതി ദേഷ്യത്തോടെ പറഞ്ഞു. ഇവള് മുൻപ് ഇത് പറഞ്ഞു തരുന്നെങ്കിലേ എനിക്കത് ഫീൽ ചെയ്തേനെ അമ്മേ. ഇപ്പം അതൊന്നും ഇല്ല അമ്മയെന്നും അണഞ്ഞു പോകാൻ തുടങ്ങുന്നത് ഇവളുടെ സന്തോഷമാണെന്നും പിന്നെ നീ എന്നോട് എന്തൊക്കെ പരിഹാസം ചൊരിയുന്നു അതിൻ്റെ 1000 മടങ്ങ് നിന്റെ സ്വസ്ഥതയാണ് നശിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ജാനകി അവിടെ നിന്ന് അങ്ങ് പോയപ്പോൾ താലയെടുപ്പോടെ ചിരിച്ചോണ്ടാണ് അങ്ങ് നമ്മുടെ ജാനകി പതി ഇവളിങ്ങനെ അന്തം വിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ നല്ല തീർ എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.